2026 വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ ഇന്നലെ നടന്നിരുന്നു. ആൻഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഗ്രൂപ്പുകളെ കുറിച്ചിട്ടും ഏത് ടീമിനാണ് ECS ഗ്രൂപ്പ്, ആർക്കാണ് ടഫ്, മറ്റേ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഏതാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഇവരുടെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു ഡ്രോ നടന്ന ഗൈസ്, മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പ്രോഗ്രാം ഇട്ടോ. ഒരു ഡ്രോ നടത്താൻ വന്നതാണോ ഇവര്? ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഓർക്ക് ഒരു ഹാഫ് ടൈം ഷോ പോലെ പാട്ട് വെക്കണം, ഡാൻസ് കളിക്കണം, കോമഡി ഷോ നടത്തണം. എടാ, ഞങ്ങൾ ആ ഡ്രോ ഒന്ന് നടത്തിയിട്ട് ഞങ്ങളെ പറഞ്ഞയക്ക്. എന്താണിത്? ഐ മീൻ, ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ നാട്ടില് ഒരു ഫൈനലിനിടയിൽ ഹാഫ് ടൈം ഷോ വെക്കുന്ന നാടാണത്. പിന്നെപ്പോ എന്താ, അമേരിക്ക ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ ഹാഫ് ടൈമിലും ഇതുപോലത്തെ ഒരു ഷോ ഒക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞ് കേൾക്കപ്പെടുന്നത്. നമ്മുടെ ടീം 2-1 തോറ്റ് നിൽക്കുമ്പോൾ വല്ല കാർഡിബിയോ നിക്കി മിനാജൊക്കെ വന്ന് അവിടെ നിന്ന് ട്വർക്ക് ചെയ്യണതൊക്കെ നമ്മൾ കാണേണ്ടി വരും ചിലപ്പോൾ. ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ മാറ്റി നിർത്തിയ ഈ 2.5 മണിക്കൂർ പരിപാടി കൊണ്ടുണ്ടായ ആകെയുള്ളൊരു ഗുണം, അവരുടെ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, ഇനി മുതൽ സോക്കർ എന്നുള്ള പരിപാടിയൊന്നുമില്ല, ഫുട്ബോൾ ആണ് ഫുട്ബോൾ. അവരുടെ NFL-ന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേര് ഒരു കണ്ടെത്തട്ടേന്ന്. This is football. There's no question about it. We have to come up with another name for the NFL stuff. Anyway, almost 90 മിനിറ്റ്സോളം നമ്മുടെ ക്ഷമ പരീക്ഷിച്ചതിന് ശേഷം അവർ ഫൈനലി ആ ഒരു ഡ്രോ തുടങ്ങി. ആൻഡ് ഇതാണ് വേൾഡ് കപ്പ് 2026ന്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് കൂടുതൽ ടീംസ്, കൂടുതൽ ഗ്രൂപ്പ്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡെത്തോ അങ്ങനെയൊന്നും എൻ്റെ കണ്ണുകളിൽ കാണുന്നില്ല. ബട്ട് ഗ്രൂപ്പ് സി, ബ്രസീൽ, മൊറോക്കോ, ഹെയ്ത്തി ആൻഡ് സ്കോട്ട്ലൻഡ്, എന്താണെന്നറിയില്ല, ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് എനിക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു 3 ടീംസ് നോക്കൌട്ട് സ്റ്റേജിന് ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇതന്നാവും. ഗ്രൂപ്പ് I, J and K. ഹാളണ്ടും എംബാപ്പയും പരസ്പരം ഗ്രൂപ്പ് ഐയിൽ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ മെസ്സി ആൻഡ് CR7 അവരുടെ ഫുട്ബോൾ കരിയറിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ ഒരു മാച്ചിൽ എഗെയിൻസ്റ്റ് വരാൻ നിൽക്കുകയാണ്. 2 ടീമും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെ തന്നെ അവരുടെ ഗ്രൂപ്പിൽ ടോപ്പായിട്ട് വന്ന് റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16 ഇതെല്ലാം ജയിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ നമുക്ക് അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മാച്ച് കാണാം. യെസ്, ഫൈനലും സെമിയൊന്നും വെയിറ്റ് ചെയ്യണ്ട, ക്വാർട്ടർ ഫൈനലിൽ ആ ഒരു മാച്ച് എങ്ങാനും നടന്നു കഴിഞ്ഞാൽ 2022 വേൾഡ് കപ്പ് ഫൈനൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ മാച്ച് നടക്കണം. ഐ ഡോണ്ട് വാണ്ട് പീസ്, ഐ വാണ്ട് പ്രോബ്ലംസ്. പ്രോബ്ലംസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അണ്ണൻ ഇപ്പോഴും ഒരാവശ്യമില്ലാതെ അൺനെസസറി ആയിട്ടുള്ള പ്രശ്നങ്ങളും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആളുടെ റീസെന്റ് വന്ന പെർപ്ലക്സി ആ സാധനത്തിന്റെ ആഡ് നിങ്ങൾ കണ്ടില്ലേ? He did win a World Cup though. Yeah, but does he have nearly 1,000 career goals? No. എടാ, ഒരു ആവശ്യമില്ലാതെ വേൾഡ് കപ്പിനെയും 1000 ഗോളിനെയൊക്കെ കമ്പയർ ചെയ്ത്, അതും 2028 ബോൺ ചെയ്ത കുട്ടികളെ വെച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ? വേറെ ഒന്നുമില്ലേ ഇങ്ങക്ക് ആഡ് എടാ, കുറെ ആൾക്കാർ ഇന്റെ ഒപ്പീനിയൻ എന്താ അതിനെ പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഇതന്നെ അൺനെസസറി, ഒരു ആവശ്യമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വേൾഡ് കപ്പിലെ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മാച്ച് എവിടെങ്കിലും ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ആ മാച്ചിലും കൂടെ പോർച്ചുഗൽ തോറ്റ് കഴിഞ്ഞാൽ എനിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനൊക്കെ പണ്ട് മുതലേ മെസ്സി ഫാൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അണ്ണന്റെ കഴപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ മൂഡ് പോയി. വേറെപ്പം എന്താ, ഗ്രൂപ്പ് എല്ലില് ഇംഗ്ലണ്ട് ബോട്ടിൽ എഴുതിയില്ലാന്നുണ്ടെങ്കിൽ അവരും ക്രൊയേഷ്യയും 1-2 ആയിട്ടുണ്ടാവും. ജർമ്മനിക്ക് ഫൈനലി ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത്തവണയും അവര് മണ്ടത്തരം കാണിക്കൂല നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും 6 ടീമുകളുടെ കാര്യത്തിലൂടെ ഒരു കൺഫർമേഷൻ ഒക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പീരീഡിനുള്ളിൽ ഒരു ഫുൾ വേൾഡ് കപ്പ് പ്രിഡിക്ഷനോ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യാം. ഇപ്പത്രക്ക് മതി. നിങ്ങളുടെ പ്രിഡിക്ഷൻസും ഈ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോനെ പറ്റിയിട്ടുള്ളതും ഈ ഗ്രൂപ്പുകളെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസും ഒക്കെ എന്തായാലും കമന്റ് ചെയ്യുക. അത്രക്കുള്ളൂ. ബൈ.